അധികം ആളുകൾക്കും കടൽ രാക്ഷസനെക്കുറിച്ചും ലെവിയാത്തനെപ്പോലുള്ള കടൽ സർപ്പത്തെക്കുറിച്ചും അറിയാമായിരിക്കും. എന്നാൽ പലർക്കും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ബൈബിളിൽ ലെവിയാത്തൻ ദൈവം സൃഷ്ടിച്ച ഏകശക്തമായ കടൽ രാക്ഷസനാണ്. എന്നാൽ ജൂതഗ്രന്ഥങ്ങളിൽ ഒന്നിലധികം ലെവിയാത്തനുകൾ ഉണ്ടെന്ന് പറയുന്നു. ആധുനിക കാലത്ത്, പ്രത്യേകിച്ച് സബ്നോട്ടിക്ക ബിലോ സീറോ പോലുള്ള സർവൈവൽ ഗെയിമുകളിൽ, ലെവിയാത്തനെ ആഴമുള്ള ഇരുണ്ട സമുദ്രങ്ങളിൽ പതിയിരിക്കുന്ന ഭീമൻ ജീവികളുടെ കൂട്ടമായി ചിത്രീകരിക്കുന്നു. റീപ്പർ ലെവിയാത്തൻ, ഗോസ്റ്റ് ലെവിയാത്തൻ, സീ ഡ്രാഗൺ ലെവിയാത്തൻ, സീ എംപറർ ലെവിയാത്തൻ, റീഫ് പാക്ക് ലെവിയാത്തൻ, സീ ട്രെഡർ ലെവിയാത്തൻ, ഗാർഗൻഡുവാൻ ലെവിയാത്തൻ എന്നിവയാണ് സബ്നോട്ടിക്കയിൽ നിന്നുള്ളവ. ഷാഡോ ലെവിയാത്തൻ, അസ്വേം, ചെലിസറേറ്റ്, വെൻകാർഡൻ, ഗ്ലോവെയിൽ, ഫ്രോസൺ ലെവിയാത്തൻ എന്നിവയാണ് സബ്നോട്ടിക്ക ബിലോ സീറോയിൽ നിന്നുള്ളവ. ബിറ്റർ ലെവിയാത്തൻ, ഗാർഡിയൻ ലെവിയാത്തൻ തുടങ്ങിയ ചില പേരുകൾ ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട്. ഈ ജീവികൾ വെറും കെട്ടുകഥകളല്ലെന്ന് പലരും വിശ്വസിക്കുന്നു. ചിലർ പറയുന്നത് അവ ഇപ്പോഴും നമ്മുടെ യഥാർത്ഥ ലോകത്തിലെ കണ്ടെത്താത്ത സമുദ്രങ്ങളിൽ പതിയിരിക്കുന്നുണ്ടാകാം എന്നാണ്. മറ്റു ചിലർ വാദിക്കുന്നത് ലെവിയാത്തൻ ഒരു കൂട്ടം ജീവികളല്ല, മറിച്ച് ഒരൊറ്റ പുരാതന ജീവിയാണെന്നും അതിനിയും എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നുമാണ്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലെവിയാത്തൻ ഒരു കൂട്ടം ജീവികളാണോ അതോ ഒരൊറ്റ ജീവി മാത്രമാണോ? ഇതിനെക്കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോയാണോ ഡീറ്റെയിൽഡ് വീഡിയോയാണോ വേണ്ടതെന്ന് കമന്റ് ചെയ്യുക. എങ്കിൽ